നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സം ഓഫ് ദ പ്രോഡക്റ്റ്. അതിന് മറ്റൊരു പേരാണ് SOP. ഇതിനകത്ത് ഒരു 3 വേരിയബിൾ കാണിച്ചിട്ടുണ്ട്. ABC. ഔട്ട്പുട്ട് F ആണ്. ഈ 3 വേരിയബിളിനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു 0 0 0 എന്നാൽ 0. ഒരു ഓർഡറിൽ 0 to 7 വരെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് കാണാം ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഈക്വൽ ടു 2n ഈക്വൽ ടു 2 ക്യൂബ് ഈക്വൽ ടു 8 എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഇവിടെ 3 കോമ്പിനേഷനാണുള്ളത്. ഫസ്റ്റ് വേരിയബിൾ A, സെക്കൻഡ് വേരിയബിൾ ഈസ് B, തേർഡ് വേരിയബിൾ ഈസ് C. സോ ദ ഇക്വേഷൻ ഈസ് 2n ഈക്വൽ ടു 2 ക്യൂബ് ഈക്വൽ ടു 8. അതാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഈക്വൽ 2n ഈക്വൽ ടു 2 ക്യൂബ് ഈക്വൽ ടു 8. നമ്മളുടെ ഔട്ട്പുട്ട് 0 0 1 0 1 1 1 1. ഇവിടെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് റാൻഡമായിട്ട് നമ്മൾ 0 1 0 1 ജസ്റ്റ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നമുക്കത് ഇഷ്ടമുള്ള പോലെ ഔട്ട്പുട്ട് മാറ്റി എഴുതാം. വേണമെങ്കിൽ ഇവിടെ 1 എഴുതാം, ഇവിടെ 0 എഴുതാം, 1 എഴുതാം. പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്നത് നമ്മൾ പഠിക്കുന്നത് SOP ആണ്. SOP എന്ന് വെച്ചാൽ സം ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റിൻ്റെ സം. അപ്പോൾ നമുക്ക് ഈ SOP തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഈ ഔട്ട്പുട്ടാണ് F എന്ന് കാണിച്ചിരിക്കുന്നത്. F ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ SOP ഫോം ആൻഡ് POS ഫോം. നമുക്ക് ഈ ഔട്ട്പുട്ട് SOP ഫോമിലും POS ഫോമിലും എക്സ്പ്രസ് ചെയ്യാം. POS ഫോം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. SOP ഫോം ഈസ് റിട്ടേൺ വെൻ ദ ഫംഗ്ഷൻ ഈസ് ഹൈ. ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞായിരുന്നു ഈ ഔട്ട്പുട്ട് ഞാൻ റാൻഡമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ SOP ഫോം എടുക്കുന്ന വെച്ചാൽ എപ്പോഴൊക്കെ ഔട്ട്പുട്ട് ഹൈ ആയിട്ടിരിക്കുന്നോ, എപ്പോഴൊക്കെ ഔട്ട്പുട്ട് ഹൈ വാല്യൂ കിട്ടുന്നോ നമ്മൾ അപ്പോൾ മാത്രമേ നമ്മൾ ഈ SOP ഫോമിൽ എടുക്കത്തുള്ളൂ. SOP എടുക്കും. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, എവിടെയൊക്കെ ഹൈ വാല്യൂ ഉണ്ടോ അവിടെ മാത്രം നമ്മൾ SOP ഫോം എടുക്കുക. അത് കൂടാതെ എവിടെ നമ്മൾ 0 കണ്ടോ അവിടെ നമ്മൾ ബാർ കൊടുക്കുക, A ബാർ. എവിടെ 1 ഉണ്ടോ അവിടെ നിങ്ങൾ ആ വേരിയബിൾ തന്നെ എഴുതുക. വീണ്ടും 0 ആണെങ്കിൽ അതിന് ബാർ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 1ൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ 1ൻ്റെ ഈ കാണിച്ചിരിക്കുന്ന കറസ്പോണ്ടിങ് കാണിക്കുന്നത് Aക്ക് 0, Bക്ക് 1 ആൻഡ് Cക്ക് 0. നമ്മൾ എഴുതുമെന്ന് പറഞ്ഞാൽ A ബാർ B C ബാർ. നമ്മൾ പഠിക്കുന്നത് SOP സം ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റിൻ്റെ സം. നമുക്ക് എഴുതാം. F ഈക്വൽ ടു A ബാർ, ഇവിടെ എഴുതി A ബാർ, B ദിസ് B, വീണ്ടും C ബാർ പ്ലസ് വീണ്ടും അടുത്ത എക്സ്പ്രഷൻ എഴുതുകയാണ് A B ബാർ ദിസ് C ബാർ. നമ്മൾ അതുപോലെ ഈ 5 1ൻ്റെ എക്സ്പ്രഷൻ എഴുതി. A ബാർ B C ബാർ പ്ലസ് A B ബാർ C ബാർ പ്ലസ് A B ബാർ C പ്ലസ് A B C ബാർ പ്ലസ് ABC. ഇവിടെ നമുക്ക് കാണാം ഇതിനെ പറഞ്ഞ പേരാണ് SOP ഫോം. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, ദിസ് പർട്ടിക്കുലർ ഫോം ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഓർ കനോണിക്കൽ ഫോം. ഇതിന് നമ്മൾ പറഞ്ഞ മറ്റൊരു പേരാണ് SSOP എന്നും പറയും. സ്റ്റാൻഡേർഡ് SSOP എന്നും പറയും. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഫോം. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കനോണിക്കൽ ഫോം. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഡയറക്ട്ലി ഫ്രം ദ ട്രൂത്ത് ടേബിൾ. നമ്മൾ ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതി എടുത്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് ഓർ കനോണിക്കൽ ഫോം. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് മിൻ ടേംസും മാക്സ് ടേംസും. എന്താണ് മിൻ ടേം, എന്താണെന്ന് മാക്സ് ടേം എന്ന് നോക്കാം. മിൻ ടേം ഉദ്ദേശിക്കുന്നത് ഒരു വേരിയബിൾ A ബാർ ഡോട്ട് B ഡോട്ട് C. അപ്പം ഒരു വേരിയബിൾ എടുക്കുക, നമ്മളതിൻ്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ എഴുതുന്നെങ്കിൽ നമ്മളതിനെ മിൻ ടേം എന്ന് പറയും. എന്നാൽ അതിൻ്റെ സം ആണ് എഴുതുന്നെങ്കിൽ നമ്മളതിനെ മാക്സ് ടേം എന്ന് പറയും. ഈ മിൻ ടേം എക്സ്പ്രസ് ചെയ്യുന്നത് സ്മോൾ എമ്മും മാക്സ് ടേമിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എമ്മും. അപ്പം മിൻ ടേമും മാക്സ് ടേമും. അടുത്തതായിട്ട് ഞാൻ ആ ട്രൂത്ത് ടേബിൾ ഒന്നും കൂടെ അതുപോലെ എടുത്തെഴുതി. ABC നമ്മുടെ ഔട്ട്പുട്ട് F ഉണ്ട്. ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മാക്സ് ടേമും സ്മോൾ m എന്ന് പറഞ്ഞാൽ മിൻ ടേമും. അതുപോലെ ഈ നമ്മൾ സം ഓഫ് പ്രോഡക്റ്റിലാണ് മിൻ ടേം വരുന്നത്. മിൻ ടേം റെപ്രസെൻറ്റ് സ്മോൾ m ആണ്. അതുകൊണ്ട് നമ്മൾ M0 M1 M2 M3 M4 M5 M6 M7 എന്ന് കൊടുത്തു. ഇതിനകത്ത് ഞാൻ 1 ഉള്ള ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കറിയാം SOPയിൽ ഹൈ വാല്യൂ ഉള്ളത് നമ്മൾ SOPയിൽ എടുക്കുന്നത്. അപ്പം ഇവിടെ ഹൈ വാല്യൂ 1, ഇവിടെ ഇത്രയും ഹൈ വാല്യൂ കിട്ടി. ഇനി നമുക്കിത് 2 രീതിയിൽ എഴുതാൻ പറ്റും. ഒന്ന് F ഓഫ് ABC. F ഓഫ് ABC എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഓഫ് ദിസ് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് F. ക്യാപിറ്റൽ F ഓഫ് ABC ഈക്വൽ ടു, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഹൈ വാല്യൂ നിങ്ങൾ മാത്രം എഴുതുക, ഈക്വൽ ടു ഈ 1 വരുന്നത് M2ലാണ്, M2
പ്ലസ് M4 പ്ലസ് M5 പ്ലസ് M6 പ്ലസ് M7 അതാണ് കാണിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എ ബി സി ഈക്വൽ ടു M2 പ്ലസ് M4 പ്ലസ് M5 പ്ലസ് M6 പ്ലസ് M7 ഈക്വൽ ടു നമുക്ക് അടുത്ത രീതിയിൽ എഴുതാം. സമ്മേഷൻ സ്മോൾ എം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ ദിസ് 2 4 5 6 7 ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അടുത്ത് നമുക്ക് മുമ്പ് കിട്ടിയ എക്സ്പ്രഷൻ, ഇതിൻ്റെ സെയിം എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓർ കനോണിക്കൽ ഫോം. നമ്മൾ മുമ്പ് പഠിച്ച സെയിം എക്സ്പ്രഷൻ എ ബാർ ബി ഡോട്ട് സി ബാർ പ്ലസ് എ ഇൻറ്റു ബി ബാർ ഇൻറ്റു സി ബാർ, അതാണ് M4. നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കുക. അതാണ്ട് എ ബി ബാർ സി ബാർ. അടുത്തത് M5 എ ഡോട്ട് ബി ബാർ ഇൻറ്റു സി പ്ലസ് എ ബി ഇൻറ്റു സി ബാർ പ്ലസ് എ ബി ഇൻറ്റു സി. അതാണ്ട് ഈ ലാസ്റ്റ് വൺ എ ബി സി. ഇനി ഇതിനെ നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഈ രണ്ട് എക്സ്പ്രഷനകത്തു നിന്ന് നമുക്ക് എ കോമൺ എടുക്കാം. എ ഇൻറ്റു ബി ബാർ കോമൺ എടുക്കാം. അതെ, എ ഇൻറ്റു ബി ബാർ ഇവിടെയും കോമൺ ആണ്, എ ഇൻറ്റു ബി ബാർ ഇവിടെയുണ്ട്. അപ്പം നമ്മൾ എ ഇൻറ്റു ബി ബാർ ഇൻറ്റു സി പ്ലസ് സി ബാർ, അതുപോലെ പ്ലസ് ഇവിടെ ഒരു എ ബി കാണാം, ഇവിടെയും ഒരു എ ബി കാണാം. അതുപോലെ ഇവിടെയും നമ്മൾ എ ബി കോമൺ എടുത്തു, എ ബി ഇൻറ്റു സി പ്ലസ് സി ബാർ. അങ്ങനെ എഴുതുമ്പം സി പ്ലസ് സി ബാർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സി പ്ലസ് സി ബാർ 1 കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോക്കുക, സി പ്ലസ് സി ബാർ സി പ്ലസ് സി ബാർ 1 കിട്ടുമെന്ന് പറഞ്ഞാൽ സി പ്ലസ് സി ബാർ പുട്ട് സി ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പം 1 പ്ലസ് 0 ഈക്വൽ ടു 1, അല്ലെങ്കിൽ പുട്ട് സി ഈക്വൽ ടു 0 കൊടുക്കുക, 0 പ്ലസ് 1 ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമുക്ക് സി പ്ലസ് സി ബാർ 1 എന്നൊരു വാല്യൂ കിട്ടുന്നത്. അങ്ങനെയാണ് സി പ്ലസ് സി ബാർ ഈക്വൽ ടു 1 ആൻഡ് സി പ്ലസ് സി ബാർ ഈക്വൽ ടു 1. അതുപോലെ നമുക്ക് എ ബാർ ബി സി ബാർ പ്ലസ് ഇവിടെ എ ബി ബാർ മാത്രം എഴുതി പ്ലസ് എ ബി. വീണ്ടും നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ, ഈ എക്സ്പ്രഷൻ നോക്കിയാൽ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മളൊരു എ കോമൺ എടുത്തു, എ ബാർ ബി സി ബാർ പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് ബി ബാർ. അതൊന്ന് എഴുതുമ്പം എ ബാർ ബി സി ബാർ ബി പ്ലസ് ബി ബാർ വീണ്ടും 1 ആയിപ്പോയി പ്ലസ് എ. നമുക്ക് ഈ എക്സ്പ്രഷൻ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, എ ബാർ ബി സി ബാർ പ്ലസ് എ നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു സി ബാർ എന്ന് മാറ്റി എഴുതിയിരിക്കുന്നു. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. നമുക്കിവിടെ നമ്മൾ ജസ്റ്റ് നോക്കുക, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആദ്യം പഠിക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നു പറഞ്ഞാൽ ഇപ്പം എ പ്ലസ് എ ബാർ ഇൻറ്റു ബി, എ പ്ലസ് എ ബാർ ഇൻറ്റു ബി ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസറാണ് എ പ്ലസ് ബി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഈ ലോ കിട്ടിയത് എന്ന് വെച്ചാൽ, പ്രൂഫ് നിങ്ങൾ പഠിക്കണ്ട. എ പ്ലസ് എ ബാർ ബി എന്ന് വെച്ചാൽ എയും അതിൻ്റെ കൂടെ ഒരു ഓറും അഡീഷനും എയുടെ കോംപ്ലിമെൻറ്റ് എ ബാറും മറ്റൊരു വേരിയബിൾ ബിയും. അത് നിങ്ങൾ എഴുതുമ്പം നിങ്ങൾ ഈ എ ബാർ എന്നുള്ള നിങ്ങൾ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് എ പ്ലസ് ബി. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എ ബാർ ബി സി, എ ബാർ ബി ഇൻറ്റു സി ബാർ പ്ലസ് എ. ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. എയുടെ കൂടെ ഒരു ഓർ സിമ്പൽ, എയുടെ കോംപ്ലിമെൻറ്റ് എ ബാർ കൂടെ മൾട്ടിപ്ലൈഡ് വിത്ത് അനദർ വേരിയബിൾ. അപ്പം ഇതാണ് നമ്മൾ എഴുതുന്നത് എ പ്ലസ് എ ബാർ ഇൻറ്റു ബി. നമ്മൾ ഈ എ ബാർ നമ്മൾ ക്യാൻസൽ ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു. ആൻസർ എ പ്ലസ് ബി ഇൻറ്റു സി ബാർ. അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് എ പ്ലസ് ബി ഇൻറ്റു സി ബാർ. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കനോണിക്കൽ ഫോമിനെ നമ്മൾ ഒന്ന് മാറ്റി എഴുതി റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മിനിമൽ SOP ഫോം. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കനോണിക്കൽ ഫോമിന് നമ്മൾ മാറ്റി എഴുതുമ്പോൾ കിട്ടുന്നതാണ് മിനിമൽ SOP ഫോം. അപ്പം SOP ഫോം 2 ടൈപ്സ് ആണ്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കനോണിക്കൽ SOP ഫോം അല്ലെങ്കിൽ മിനിമം SOP ഫോം. ഇത്രയാണ് SOPക്കകത്തുള്ളത്. നമുക്ക് വീണ്ടും ഒരു 2 തിയറി നോക്കാം. SOP സം ഓഫ് പ്രോഡക്റ്റ് 2 ടൈപ്സ് ആണ്. ഒന്ന് കനോണിക്കൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് SOP ഫോം, ദാറ്റ് ഈസ് ഈച്ച് മിൻ ടേം ഹാവിങ് ഓൾ ദ വേരിയബിൾസ് ഇൻ നോർമൽ ഓർ കോംപ്ലിമെൻറ്റഡ് ഫോം. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 3 വേരിയബിൾ ഉണ്ട്, എ ബി സി. ഈ 3 വേരിയബിളും കൂടെ ഞാനിപ്പോൾ എഴുതുകയാണ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ ബാർ ബി സി പ്ലസ് എ ബി സി ബാർ
പ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും എല്ലാ എക്സ്പ്രഷനിലും ഈ 3 വേരിയബിൾ വെച്ച് കണ്ടിരിക്കണം. നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കനോണിക്കൽ ഫോം. നമ്മൾ ഇവിടെ പറയുന്നത് 2 വേരിയബിളാണ് എയും ബിയും. പക്ഷേ ഈ എല്ലാ എക്സ്പ്രഷനിനകത്തും ഈ 3 ടേമിനകത്തും ഈ എയും ബിയും ഹോൾ എക്സ്പ്രഷൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കനോണിക്കൽ ഫോം എന്ന് പറയുന്നു. അടുത്തതാണ് മിനിമൽ SOP ഫോം. മിനിമൽ SOP ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന സ്റ്റാൻഡേർഡ് SOP ഫോമിനെ നമ്മൾ ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മിനിമൽ SOP ഫോം. ദാറ്റ് ഈസ് ഈച്ച് മിൻ ടേം ഡസ് നോട്ട് ഹാവ് ഓൾ ദ വേരിയബിൾ. മിൻ ടേം എന്നിവിടെ പറയാൻ കാരണം നമ്മൾ SOPയിലാണ് മിൻ ടേം പറയുന്നത്. ഈച്ച് മിൻ ടേം എല്ലാ മിൻ ടേമിലും ഈ എല്ലാ വേരിയബിളും കാണണമെന്നില്ല. ഇവിടെ നമ്മൾ നോക്കാം F = A bar B + AB + A bar B bar. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ 2-3 വേരിയബിളുണ്ടെങ്കിലും ഇവിടെ നമ്മൾ A മാത്രമേ എഴുതിയുള്ളൂ, ഇവിടെ നമ്മൾ B bar C മാത്രമേ എഴുതിയുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ മിനിമൽ SOP ഫോം എന്ന് വേണം നമുക്ക് പറയാം. അടുത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ ഗിവൺ ട്രൂത്ത് ടേബിൾ മിനിമൈസ് ദ SOP എക്സ്പ്രഷൻ. നമുക്കൊരു ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്. ആ ട്രൂത്ത് ടേബിളിനകത്ത് നമ്മൾ ഈ SOP എക്സ്പ്രഷൻ നമ്മളൊന്ന് മിനിമൈസ് ചെയ്യണം. നിങ്ങൾക്ക് എക്സാമിന് ട്രൂത്ത് ടേബിൾ ഗിവൺ തരും. ട്രൂത്ത് ടേബിൾ നോക്കുക. AB Y ഔട്ട്പുട്ട് 0 0ക്ക് 0 കിട്ടി, 0 1ന് 1 കിട്ടി, 1 0ക്ക് 0 കിട്ടി, 1 1ന് 1 കിട്ടി. നമ്മളിവിടെ SOP ആയതുകൊണ്ട് ഇവിടെ മിൻ ടേം ആയതുകൊണ്ട് നമ്മളതിനെ M0 M1 M2 M3 എന്ന് എഴുതി. ഇനി നമുക്ക് ഔട്ട്പുട്ട് എഴുതാം. SOPയിൽ നമുക്കറിയാം, SOPയിൽ നമ്മൾ ഹൈ വാല്യൂ എവിടെ ഉണ്ടോ അവിടെ മാത്രമേ നമ്മൾ Y എഴുതുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ടിക്കിട്ടു Yക്ക് 1 ഔട്ട്പുട്ട് 1 കിട്ടി, ഇവിടെ 1 കിട്ടി, രണ്ടിടത്ത് ഒരു ടിക്കിട്ടു ജസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ Y = ഇവിടെ 0 ആയതുകൊണ്ട് ദിസ് A bar, 1 ആയതുകൊണ്ട് B. വീണ്ടും ഈ 1 എടുക്കുക, M3 എടുക്കുക. ഇവിടെ Aക്ക് 1 ആയതുകൊണ്ട് A, വീണ്ടും ഇവിടെ Bക്ക് 1 ആയതുകൊണ്ട് B. ഇത് നമുക്ക് ഈ എക്സ്പ്രഷൻ നോക്കുമ്പോൾ അറിയാം. നമുക്ക് ഇവിടെ ഒരു B കോമൺ എടുക്കാം, ഇവിടെ ഒരു B കോമൺ എടുക്കാം. B × A + A bar. നമുക്കറിയാം A + A bar എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് = B. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ Y of AB = summation M of 0 to 3. നമ്മൾ ഈ സെയിം ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ഫോർ Y of AB = sigma M of 0 to 3 എന്ന് വെച്ചാൽ നിങ്ങൾ ഈ നോക്കുക. Y = നമുക്ക് സമ്മേഷനകത്ത് കിടക്കുന്ന വാല്യൂസ് 0 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് നോക്കുക. പക്ഷെ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, 1 വാല്യൂ തെറ്റിപ്പോരുത്. നമ്മൾ ഈ സമ്മേഷനകത്ത് ഏതൊക്കെയാണ് കിടക്കുന്നത് അതിൻ്റെ വാല്യൂ വേണം ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അപ്പം നോക്കുക, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 0 എഴുതാം. 0 എഴുതുന്ന പറഞ്ഞാൽ A bar B bar. ഇവിടെ A bar B bar എഴുതി. അടുത്തത് 2ൻ്റെ എഴുതുന്ന പറഞ്ഞാൽ A B bar. A B bar. 3യുടെ എങ്ങനെ എഴുതുന്നത്? 3യുടെ A B. നമ്മൾ ഈ എക്സ്പ്രഷൻ നോക്കുമ്പോൾ അറിയാം, ഇതിനകത്ത് ഒരു A കോമൺ ഉണ്ട്, ഇവിടെയും ഒരു A കോമൺ ഉണ്ട്. A × B + B bar. B + B bar എപ്പോഴും 1 ആയിരിക്കും. അതുകൊണ്ട് A bar B bar + A. വീണ്ടും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വീണ്ടും അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നു. നിങ്ങൾ നോക്കുക, A bar B bar + A. ഇത് എഴുതുന്ന പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു A ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു അഡീഷൻസ് പ്ലസ് സിമ്പിൾ ഉണ്ട്, അതിൻ്റെ കൂടെ ഈ എയുടെ കോംപ്ലിമെൻ്റ് A bar ഉണ്ട്, മൾട്ടിപ്ലൈഡ് വിത്ത് അനദർ വേരിയബിൾ. അപ്പോൾ നമുക്ക് ഈ A bar എങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യാം, നമുക്കിവിടെ A bar നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ A + B bar. ഇതാണ് മിനിമൽ SOP ഫോം.